ടോപ്പ് സിംഗർ സീസൺ 5 ദാ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. എന്താണ് പറഞ്ഞോളൂ. നിന്റെ മ്യൂസിക് യാത്ര നീ വളരെ ജ്ഞാനം നീ ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് എന്റെ മനസ്സ് പറയുന്നു. കാരണം മീനൂട്ടിയുടെ ലോകത്ത് ഇങ്ങനെ കമന്റ്സ് പറയുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇവനുണ്ടല്ലോ കണ്ണും കാതും മനസ്സും കൂർപ്പിച്ച് എടാ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് വളരെ ശ്രദ്ധിച്ചു. ആ പാടുന്ന കൊച്ചു പോലും ഇത്ര ശ്രദ്ധിക്കുന്നില്ല. നിന്റെ ഫാമിലിയിൽ ആരെങ്കിലും നല്ല പാട്ടുകാരോ എന്താ പാട്ടിനോട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവന്റെ മ്യൂസിക്കിലുള്ള നോളജ് ഞാൻ ഇപ്പൊ വെളിയിൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഇടയിൽ നിന്ന് എവിടെയെങ്കിലും പാടാം, അതിന്റെ തുടക്കം കണ്ടുപിടിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം, മ്യൂസിക് ക്വിസ്. ആരും പറഞ്ഞു കൊടുക്കരുത്. കണ്ടുപിടി. 10 വരെ എണ്ണും. നീ അതാണോ? ആര് ഹെൽപ്പ് ചെയ്യരുത്, ഹെൽപ്പ് ചെയ്യണ്ടാണോ? അങ്ങനെയാണ്. സൂപ്പർ. റിമി നിർബന്ധിച്ചോണ്ടാണേ, തെറ്റിദ്ധരിക്കരുത്. അതിൽ ഇന്ദുകാന്ത കല്ലെടുത്തത് മായാമോഹനം. ഇത് നീ പറഞ്ഞ സമ്മതിക്കാം. ഇത് ഞാൻ പറഞ്ഞ മൂളിതാ. അനുപലി പാടാം. താനിനെ താനി താനിനെ താനി താനാനാനേ താനേനേ. പാടുവാൻ ഓർമ്മകളിൽ പദങ്ങൾ തേടുകയായിരുന്നു അതിലിന്ദുകാന്ത. അതാണ് ചോദിച്ചത്. പരാജയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ആളെ വിളിക്കാം. ഓ, എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിട്ടുള്ള കഷ്ടപ്പാടായിരുന്നു അവിടെ. ഓക്കെ, ഇത് ഏതാ അമ്മച്ചി? ഇത് തളത്തിലെ അമ്മച്ചി. അമ്മച്ചിയല്ല, ഞാനൊരു ഉണ്ണീന്റെ അമ്മയാണ്. അമ്മച്ചി മുറുക്കാൻ വെറ്റില ചുണ്ണാമ്പോ ഉണ്ടോ? ഒന്നുമില്ല. ചുണ്ണാമ്പുണ്ടോ? വെറ്റിലയുണ്ടോ? വെറ്റിലയാ? അമ്മച്ചി അടക്കയുണ്ടോ? അടക്ക അടക്കയുണ്ട്. ഉണ്ടോ? തരില്ല, എന്റെ കയ്യിലൊന്നുമില്ല. വീട്ടിലാണ്. കുഞ്ഞിനൊന്നും അറിഞ്ഞൂടാ. എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള. ശരി, വേറെ എന്താ വിശേഷം? എനിക്കൊന്നും അറിഞ്ഞൂടാ. കുഞ്ഞു കൊച്ചാണ് അറിയാലോ. ഉണ്ണിയുടെ അമ്മയല്ലേ? അതുകൊണ്ടാ ചോദിച്ചത്. പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോള് കൊച്ചല്ലേ, ഈ രാഗഭാവം കുറച്ചുകൂടെ വന്നാൽ കൊള്ളാം. എസ്പെഷ്യലി കുളിരാം കുരുന്നാഗം ഉണ്ണി ആ ഒരു പോർഷനിലാണ് മോക്ക് കുറേ സ്ഥലങ്ങളിൽ ആ കറക്റ്റ് പൊസിഷനിൽ വന്ന് വീഴുന്നില്ല. ഒന്ന് പാടി നോക്കിയത് വരുമോ? ജസ്റ്റ് ഒന്ന് നോക്ക്. വരത്തില്ല. അവസാനായിട്ട് തൊണ്ട വേനെടുത്ത് ചത്തു പോവാറായി. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇനി അതൊക്കെ ഇടണ്ടേ. എന്റെ അവസ്ഥ മനസ്സിലാക്കും അല്ലേ? എന്റെ അവസ്ഥ ഒരു എല്ലും കൂലത്തിയാണ്. സാരമല്ല. എന്തായാലും മോളെ ആ പോർഷന് കുളിരാന്നുള്ളത് അതാണ് വരണ്ടേ. പിന്നെ മോക്ക് ഒരു കാര്യം വരുത്താം, കുറച്ചുകൂടെ ഫീല് വരുത്താം, ഒരു ഭാവം കുറച്ചുകൂടെ വരുത്താം. അമ്മയല്ലേ ഉണ്ണിയെ? അപ്പൊ അമ്മ ഉണ്ണിയെ ഇങ്ങനെ പാടി ഉറക്കുമ്പോഴേ കുറച്ചുകൂടെ ഒരു മയം ആയിക്കൂടെ? അതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നേ. ഒരു ഉണ്ണിയുടെ അമ്മയല്ലേ എന്നോട് പറഞ്ഞു. അതൊക്കെ ഞാൻ മറന്നുപോയി തലേന്ന് വെച്ചത്. പാടിയതല്ല, ഞാൻ അമ്മേനെ ഒക്കെ മറന്നുപോയി. അമ്മയാന്ന് മറന്നുപോയി. ഒരു അമ്മയോട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു അമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അമ്മ പോയി ഗെറ്റ് സെറ്റ് ബേബി കാണും. അവരുടെ സിനിമ ആണ്. അതും പിള്ളേർക്ക് വേണ്ടി, പിള്ളേരെ ഒരമ്മ നോക്കുന്നത്. അപ്പൊ അമ്മമാരെങ്ങനെയാവണമെന്നൊക്കെ അറിയാൻ പറ്റും. അമ്മയും അച്ഛനും ഒരുമിച്ച് നോക്കുന്നു. ഈ ചേച്ചിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. വീടിന്റെ അടുത്ത്. എനിക്കറിയാം. അപ്പത്തിൽ വാഴും സ്നേഹം എന്ന് പറഞ്ഞ പാട്ടില്ലേ? നീ അപ്പൊ ജനിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ട്. നീ എപ്പോഴാ കണ്ടത്? അത് 3 വയസ്സൊക്കെ എപ്പോഴോ. ഒരു 3 വയസ്സൊക്കെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ അഭിനയിച്ച. അപ്പൊ നീ ഇല്ല. നല്ല രസമായിട്ട് പാടിട്ടോ. ആരെ മുണ്ടെടുപ്പിച്ചെന്നാരാ? ഇത് കോസ്റ്റ്യൂംകാര്. അതെന്താ പുറകില് കെട്ടി വെച്ചിരിക്കുന്നത്?
അതൊക്കെ കയറിട്ട് മുറുക്കിയിരിക്കുകയാണ് ഞങ്ങള്. ഇട്ടേക്കണേ. ആണോ? നല്ല രസമുണ്ട് കേട്ടോ. അൻസര പാട്ട് നന്നായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി 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 എന്ന് പറഞ്ഞപ്പോ എനിക്ക് Alert ആയിരുന്നു അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.